ഭാഗവത്തിൻ്റെ 10 ഭാവങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ആ പ്രാർത്ഥന ഈശ്വരത്തെ ചെയ്യണം. അവിടെയാണ് അതിൻ്റെ മഹത്വം ഇരിക്കുന്നത്. മഹത്വം ദേവഭാഗവതം ഇത് ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഈ 24 പ്രദക്ഷിണം വെക്കുമ്പോൾ ആൽബരത്തിൽ 7 ബാക്കി 17 പ്രദക്ഷിണം. എന്താണ് ഈ സംഭവം? ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണം. ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ സന്ധിബന്ധങ്ങൾക്ക് വാദമില്ലാതെ ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം 300 മീറ്റർ നടക്കണം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം കഴിഞ്ഞ് ഉക്കംകൊരു ശിവശാസ്ത്രം കഴിഞ്ഞ് കുളിച്ച് ഇറങ്ങി നടന്ന ക്ഷേത്രത്തിൽ പോയി 24 പ്രദക്ഷിണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ഭക്തൻ 300 മീറ്റർ നടന്നു കഴിഞ്ഞു. ആ 300 മീറ്റർ നടന്നാൽ ആ ഭക്തന് ഒരു ദിവസത്തെ രോഗമൊന്നും ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ അന്നദാനം. ക്ഷേത്രത്തിൽ അന്നദാനം. ക്ഷേത്രത്തിൽ വരുന്ന ആരും പട്ടിണിയോട് പോകാൻ പാടില്ല. മഹാത്മാഗാന്ധിജി പറഞ്ഞു, വിശക്കുന്നതിന് ദൈവം പ്രതിഷ്ഠപ്പെടുന്നത് അപ്പമായിട്ടാണ്, ആഹാരമായിട്ടാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ആഹാരദാനം കൊടുക്കുകയാണ്. അപ്പോൾ ഭക്തർക്ക് എത്ര പുണ്യമാണ്? ഈ അരിയും വെജിറ്റബിൾസ് എല്ലാം കൊണ്ടു കൊടുക്കുന്നത് പുണ്യമാണ്. അത് പാചകം ചെയ്യുന്ന പുണ്യമാണ്. അത് വിളമ്പി കൊടുക്കുന്നത് പുണ്യമാണ്. അത് ഭക്തർ കഴിച്ചിട്ട് പോയി കഴിയുമ്പോൾ അവിടെ വൃത്തിയാക്കുന്ന പുണ്യമാണ്. ഭക്തർക്ക് 4 പുണ്യം. കഴിക്കുന്നവനോ 5 പൈസ കയ്യിലില്ല, പട്ടിണിയാവാൻ തുടങ്ങാൻ. അപ്പോഴാണ് ക്ഷേത്രത്തിൽ പോയി തൊഴുതു ആഹാരം കഴിച്ച് തൃപ്തനായി തിരിച്ചു പോകുകയാണ്. എത്ര ഭക്തന്മാർ തൃപ്തരായി തിരിച്ചു പോകുന്നോ അത്രയും ആ ക്ഷേത്രത്തിലെ ഭക്തർക്ക് പുണ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പുണ്യം വളരെ സത്യമാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് അന്നദാനവും കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ പൊടിയും തട്ടി കാലക്കറി ഒറ്റവിടിയാണ്. ഹിന്ദുവിന് പറ്റുമോ? ഹിന്ദുവിന് പറ്റില്ല. ഹിന്ദു ക്ഷേത്രത്തിലെ ആചാരങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ പോകുമ്പോൾ തിരിച്ചവൻ ദേവൻ്റെയോ ദൈവവും വരും. എന്നിട്ടൊരു യാത്രാന്ന് വിളിച്ചിട്ടുണ്ട്. എന്നെ വളരെ സ്വാധീനിച്ചൊരു യാത്രാ വഴിയാണ്. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ്. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഹിന്ദുക്കൾ ക്ഷേത്രം ചെയ്യുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ഞാൻ ചൊല്ലിയിട്ടേ തിരിച്ച് കാലത്തിൽ പോകും. കാരണം ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ ആത്മാർത്ഥ ദർശനം നടത്തി 24 ദർശനങ്ങൾ പൂർത്തിയാക്കി ദേവൻ്റെയും ദൈവവും പോയി പ്രാർത്ഥിച്ചു, അന്നദാനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഭഗവാന്റെ മകന് മുമ്പി വരും. എന്നിട്ട് യാത്രാ വിളിച്ചുകയാണ്, ഭഗവാനെ ഭഗവതിയെ ഞാൻ പോവാണ്, ഇനി ഈ ക്ഷേത്രത്തിൽ വരാമെന്നോ ഇവിടെ പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു ഉറപ്പില്ല. പക്ഷേ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭഗവാനെ ഭഗവതി ഞാൻ 3 കാര്യം ചോദിക്കുകയാണ്, തന്നേ പറ്റും, തരണോ വേണ്ട ഞാൻ ആലോചിക്കരുത്, തന്നേ പറ്റും. എന്നിട്ട് ഭക്തർ ചൊല്ലുന്ന മന്ത്രമുണ്ട്, ഭഗവാനെ അനായാസ